സമയം തീർന്നു കിട്ടുന്നില്ല മൂപ്പർക്ക്. ഈ രൂപത്തിൽ അതൊന്നും പറയാനല്ല ഞങ്ങൾ പിടിച്ചത്, ചോദ്യത്തിന് ഉത്തരം പറയാനാണ്. ഇങ്ങോട്ട് ചോദിക്കാൻ എനിക്ക് ചാൻസേ ഇല്ല. യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ് ചോദ്യം. അള്ളാഹുവിന്റെ ഹബീബായ ലോകത്തിന്റെ നേതാവായ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളോട് എനിക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വേണം നബിയെ എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റില്ലേ? ഇതാണ് ഞങ്ങൾ ചോദിച്ചത്. അതിന്റെ ഉത്തരമാണ് ഈ തോട്ടുപോത്തുകാർക്ക് കിട്ടേണ്ടത്. എന്തിനാ? നിങ്ങൾ അന്ന് ആ ഹദീസ് അങ്ങനെ ചോദിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തോട്ടുപോത്ത് വന്ന് പറഞ്ഞു. നബി തങ്ങളോട് സ്വർഗമോ സ്വർഗത്തിലുള്ള ഉന്നത പദവിയോ ഒന്നും ചോദിച്ചിട്ടില്ല, ദ്വാരക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ പ്രസംഗിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, അസ്അലിക മുറാഫഖതക ഫിൽ ജന്ന, നബിയെ അങ്ങയോടുകൂടെ ഉന്നത പദവി വേണം സ്വർഗത്തിൽ എന്ന് ചോദിക്കാൻ പറ്റുമോ ഇല്ലേ? അതൊന്ന് പറഞ്ഞു കൊടുക്കണം. തൊബ്രാനി ഇമാമിന്റെ ഹദീസ് ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ല, ഞങ്ങൾ സനദടക്കം നോക്കിയിട്ടാ പറയുന്നത്. വായിക്കൂ അതിന്റെ സനദ്. സനദിലതാ കാണുന്നു ഒരുപാട് ആളുകൾ എടുത്തു വായിക്ക്, ഒന്ന് പിടിച്ചോളൂ. അതിലുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്. മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖാരാ? മുദല്ലിസാണ്. മുദല്ലസിന്റെ അനനത്ത് സ്വീകരിക്കൂലാന്ന് ഇനിയെങ്കിലും പഠിച്ചു വച്ചോളൂ മൗലവിമാരെ. ഹാഫിദുൽ ഹൈതമിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ആജാതി വിട്ടിത്തരൊന്നും വേണ്ട. അതുകൊണ്ട് ചോദ്യം ആവർത്തിക്കുന്നു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് സ്വർഗത്തിൽ ഉന്നത പദവി വേണം. അത് നബിയോട് പറയാൻ പറ്റുമോ പറ്റില്ലേ? അത് പറയണം. മൂപ്പരിങ്ങനെ പറയാ, ഉക്കാശ തങ്ങൾ സ്വർഗം ചോദിച്ചു, അതൊന്ന്. റബിയെ ചോദിച്ചു, അത് വേറൊന്ന്. മുമ്പ് ഞങ്ങളുടെ നാട്ടിലുണ്ട് ചക്കിക്കുട്ടി എന്ന ഒരാള്, അതിന് അടി കിട്ടി, കുറെ അടി കിട്ടി. പറഞ്ഞു അടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവൻ അതൊന്ന്. ഇവന്റെ അടുത്തുനിന്ന് കിട്ടിയതോ അതൊന്ന്. എല്ലാം കൂടി കൂട്ടിയേക്കുമ്പോ അടിയെല്ലാം കിട്ടിയെന്ന് പോയി. ഇതുപോലെ ഉക്കാശ തങ്ങൾ സ്വർഗം ചോദിച്ചു, അതൊന്ന്. അതുപോലെ തന്നെ പിന്നെ റബിയ അതൊന്ന്. ഇനി വേറെ പറഞ്ഞ അതൊന്ന്. ഞാൻ ചോദിക്കുന്നു, ഇത് ശിർക്കാണെങ്കിൽ സ്വഹാബത്ത് ചോദിക്കുമോ?